أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ നമസ്കരിച്ച നമസ്കാരവും അതിനുശേഷം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കലാമ് കേൾക്കാനുള്ള ഇരുത്തത്തെയും സ്വീകരിക്കുമാറാകട്ടെ. നാളെ അവൻ്റെ സ്വർഗ്ഗലോകത്തിലും ഇതേപോലെ ഒരുമിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ കേട്ടു തുടങ്ങിയത് സൂറത്തുൽ ബഖറ, അതിലെ 21, 22 രണ്ട് ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്തു കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മാനവരാശിയോടും മുഴുവൻ മനുഷ്യരോടും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ന്യായം, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ഈ കാണുന്നതും കാണാത്തതുമായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്. വേറെ ആരും ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുക എന്ന മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ മുഴുവൻ മനുഷ്യരും റബ്ബിനെ ആരാധിക്കണം. അതാണ് അള്ളാഹുവിന്റെ ആഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ. വിശ്വാസികളെ അല്ല ഇവിടെ സംബോധന, അള്ളാഹുവിൽ വിശ്വസിച്ചവരെ അല്ല, മുഴുവൻ മനുഷ്യരെയും, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും. ഒന്നാമത്തെ വാക്ക്, നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ആരാധിക്കുക. മാത്രമല്ല വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ആരാധിക്കുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മശാലുക്കളായി തീർന്നേക്കാം. നിങ്ങൾ ജീവിതത്തിന്റെ നിഖില അഖില മേഖലകളിൽ സൂക്ഷ്മശാലുക്കളായി തീർന്നേക്കാം. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കും. അപ്പോ ഇവിടെ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലായി, നമ്മെയും നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെയും ഇനി വരാനിരിക്കുന്നവരെയും മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ഉടമസ്ഥനായ അള്ളാഹുവാണ്. അപ്പോ സൃഷ്ടിക്കുക എന്ന് പറയപ്പെടുന്ന വലിയ കർമ്മം നിർവഹിച്ച സൃഷ്ടികർത്താവിനെ ആരാധിക്കുക എന്നുള്ളത് ഒരു പൊതു മാനദണ്ഡമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്നത്, ഓ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കുക.
രണ്ടാമത് അല്ലാഹു പറഞ്ഞത് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഈ ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാകുന്ന തരത്തിൽ. നമ്മൾ സ്കൂളിൽ ചെറു ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ഭൂമി ഉരുണ്ടതാണ്. ഭൂമി ഒരു ഗോളാകൃതിയിലുള്ളതാണ്, ഭൂമി ഉരുണ്ടതാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ഉരുണ്ട ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറാശ, വിരിപ്പാക്കി അല്ലാഹു നൽകി. എത്ര മനോഹരമാണ് ഈ പ്രയോഗം. ഉരുണ്ട് കിടക്കുന്ന ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വസിക്കാൻ പാകത്തിൽ അവൻ വിരിപ്പാക്കി തരികയുണ്ടായി, വിരിപ്പാക്കി തരികയുണ്ടായി. പിന്നെയോ വസ്സമാഅ ബിനാഅ, ആകാശങ്ങളെ തട്ടുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുകയും ചെയ്തു. ഇതൊന്നും ശാസ്ത്രം കണ്ടുപിടിക്കാത്തൊരു കാലഘട്ടത്തിലാണ്, ശാസ്ത്രം എന്ന നാമം പോലും ഉരുവിടാത്തൊരു കാലഘട്ടത്തിലാണ് ഖുർആൻ പറയുന്നത് ആകാശം തട്ടുകളാണ് എന്നാണ്. പിൽക്കാലത്ത് നിരവധി പഠനങ്ങൾ നടന്നു ആകാശത്തിന്റെ നിർമ്മാണത്തിനെ സംബന്ധിച്ച്, ആകാശത്തെ പറ്റി തന്നെ. അപ്പോഴാണ് കണ്ടെത്തിയത് ആകാശം എന്ന് പറയപ്പെടുന്നത് ഒന്നല്ല, പലതാണ്, അത് തട്ടുകളായിട്ടാണ് എന്ന് പിന്നീട് കണ്ടുപിടിക്കപ്പെടുകയുണ്ടായി. وأنزل من السماء ماء, അല്ലാഹു മാനത്ത് നിന്ന് മേഘപാളികളുടെ ഇടയിലൂടെ നിങ്ങൾക്ക് ആവശ്യമാകുന്ന വെള്ളത്തെ അഥവാ മഴയെ നിങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കി തന്നു. എന്നിട്ടോ ഫഅഖ്റജ ബിഹി മിനസ് സബറാത്ത്, കായ്കനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെള്ളം കൊണ്ട് ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചു. എന്തിന്? റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഭക്ഷണമായി. നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് കായ്കനികളെ അല്ലാഹു ആ വെള്ളം കൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചു തന്നു. അപ്പൊ നോക്കണേ, ഒന്നാമത്തത് അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചുകൊണ്ട് ഓ മനുഷ്യരെ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് ആരാണ് അള്ളാഹു എന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹ്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സർവ്വ ജനങ്ങളെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹ്. രണ്ടാമത്തത്, ഗോളാകൃതിയിലുള്ള ഈ ഭൂമിയെ നിങ്ങൾക്ക് താമസയോഗ്യമായ വിരിപ്പാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. മൂന്നാമത്തത്, ആകാശങ്ങളെ മേൽക്കൂര പോലെ തട്ടുകളായി നിങ്ങൾക്ക് ആകാശത്തെ സംവിധാനിച്ചു. നാലാമത്തത്, മേഘപാളികളുടെ ഇടയിലൂടെ മാനത്ത് നിന്ന് നിങ്ങൾക്ക് അവൻ ആവശ്യാനുസരണം വെള്ളം ഇറക്കി തന്നു. അഞ്ചാമത്തത്, ആ വെള്ളം കൊണ്ട് ഭൂമിയിൽ കായ്കനികളെ അല്ലാഹു തആല ഉൽപ്പാദിപ്പിച്ചു. അല്ലാഹു നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നതിന് വേണ്ടി. ഇതൊക്കെ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അല്ലാഹുവിനോട് സമന്മാരെ നിങ്ങൾ സങ്കല്പിക്കരുത് കേട്ടോ, നിങ്ങൾ സങ്കല്പിക്കരുത്. ജൂതന്മാരോട് ഉസൈറിനെ നിങ്ങൾ അല്ലാഹുവിനോട് സമന്മാരായി സങ്കല്പിക്കരുത്. ക്രിസ്ത്യാനികളോട് യേശുവിനെ, ഈസാ നബിയെ അല്ലാഹുവിനോട് സമമായി നിങ്ങൾ സങ്കല്പിക്കരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനോട് ലാത്തിയെയും ഉസ്സയെയും മനാത്തെയും തുടങ്ങിയ ദേവി ദേവന്മാരെ അല്ലാഹുവിന് സമന്മാരായി നിങ്ങൾ നിശ്ചയിക്കരുത്, കരുതരുത്. അല്ലാഹുവിന് സമന്മാരില്ല, അല്ലാഹു മാത്രം. അതാണ് പറഞ്ഞത്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ സങ്കല്പിക്കരുത്. അല്ലാഹുവിന് സമന്മാരില്ല, അല്ലാഹുവിനെ പോലെ അല്ലാഹു മാത്രം. ഈ പറയപ്പെട്ട 5 കാര്യങ്ങൾ, സൃഷ്ടിപ്പ്, ഭൂമി ഒരുക്കിത്തരല്, ആകാശത്തിന്റെ നിർമ്മാണം, മഴ വർഷിപ്പിക്കല്, ഭൂമിയെ സജീവമാക്കി കായ്കനികളെ സൃഷ്ടിക്കല്, എന്നിട്ടതിനെ ഭക്ഷണമാക്കി നിങ്ങൾക്ക് നൽകല്, ഇതിലൊന്നും ആർക്കും ഈ ഭൂമി ലോകത്ത് യാതൊരുവിധ പങ്കും ഇല്ല. നിങ്ങൾ ആരാധ്യനെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയ വിഗ്രഹ കൂടാരങ്ങൾക്കോ സൃഷ്ടികൾക്കോ
ആർക്കും ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. സൃഷ്ടിപ്പിന്റെ സംവിധാനത്തിന്റെ മുഴുവൻ അധികാരവും അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെ. അള്ളാഹുവാണെന്ന് പറഞ്ഞാൽ പോരാ, അള്ളാഹുവിനെ മാത്രമാണ്. ഇതാണ് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് മനുഷ്യരോട് പറയാനുള്ള ന്യായം. നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണേ ഈ ആയത്ത്. 2 ആയത്ത്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, അള്ളാഹുവിനോട് നിങ്ങൾ സമന്മാരെ സങ്കല്പിക്കരുത്. വഅൻതും തഅലമൂൻ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിവും ബോധവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയ നിലയിൽ, നിങ്ങൾ അറിവുള്ളവരായ നിലയിൽ ഒരു കാരണവശാലും അള്ളാഹുവിനോട് യാതൊരു വിധമായ കാര്യങ്ങൾ നിങ്ങൾ പങ്കുചേർക്കരുത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന ആമുറുക്കും ബിഖംസിൻ അല്ലാഹു അമറനി ബിഹിന്ന, നിങ്ങളോട് ഞാൻ 5 കാര്യങ്ങൾ കൽപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങളോട് ഞാൻ 5 കാര്യങ്ങൾ കൽപ്പിക്കുന്നു. ഈ 5 കാര്യങ്ങൾ എന്റെ അല്ലാഹ് എന്നോട് കൽപ്പിച്ച കാര്യങ്ങളാണ്. അല്ലാഹു അമറനി ബിഹിന്ന, അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണ് 5 കാര്യങ്ങൾ. ഏതാണ് 5 കാര്യങ്ങൾ? 1, അൽ ജമാഅ, നിങ്ങൾ എപ്പോഴും സംഘടിതരായിരിക്കണം, ചിന്ന ഭിന്നമാകരുത്, ഗ്രൂപ്പ് തിരിയരുത്. നിങ്ങൾ ജമാഅ, നിങ്ങൾ സംഘടിതരായിരിക്കണം. രണ്ടാമത്തത് വസ്സമഅ, ജമാഅയാകുമ്പോ, ഒരു സംഘമാകുമ്പോ അവിടെ ഒരു നേതൃത്വം ഉണ്ടാകും. ആ നേതൃത്വത്തെ നിങ്ങൾ കേൾക്കണം. സമഅ. വത്വാഅ, വഴിപ്പെടണം. 3. നാലാമത്തത്, ആവശ്യമാകുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് ഹിജറ പോകേണ്ടി വന്നാൽ, പലായനം ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ പലായനം ചെയ്തു കൊള്ളണം. 5-മത്തത് വൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിലയുറപ്പിക്കുന്നതിന്റെ പേരിൽ വരുന്ന വൈതരണികളെ, തടസ്സങ്ങളെ പ്രതിരോധിക്കാൻ നിങ്ങൾ തയ്യാറാകണം. പ്രതിരോധശേഷിയുള്ളവരാകണം. അങ്ങോട്ട് പോകണമെന്നല്ല പറഞ്ഞത്, ഇങ്ങോട്ട് വന്നാൽ അതിനെ പ്രതിരോധിക്കണം നിങ്ങൾ. വൽ ജിഹാദു ഫീ സബീലില്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, മൻ ഖറജ മിനൽ ജമാഅ, സംഘത്തിൽ നിന്ന് പുറപ്പെട്ട് ഏകനായി ഒറ്റയ്ക്ക് ഒരാൾ മാറിപ്പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവന്റെ പിരടിയിൽ നിന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഉത്തരവാദിത്തം ഒഴിവായി പോകുന്നതാണ്. അവസാനം അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അപ്പൊ മുഅ്മിനീങ്ങൾ എപ്പോഴും സംഘടിതരായി, കൂട്ടമായി സംഘടിച്ചു നിൽക്കണം, വിഘടിക്കരുത്. അതിന്റെ ഏറ്റവും വലിയ പാഠമാണ് നമ്മുടെ ജമാഅത്ത് നിസ്കാരം. നമ്മൾ സംഘടിതമാണ് എന്ന് പഠിപ്പിക്കലാണ്. ഒരു നേതാവിന്റെ മുന്നിൽ, ഒരു ഇമാമിന്റെ മുന്നിൽ, ആ ഇമാമ് കൈ ഉയർത്തുമ്പോൾ മാത്രം കൈ ഉയർത്തുന്നു, ആ ഇമാമ് കുനിയുമ്പോൾ മാത്രം കുനിയുന്നു, ആ ഇമാമ് റുക്കൂലിരിക്കുമ്പോൾ റുക്കൂലേക്ക് പോകുന്നു, ആ ഇമാമ് കഴുത്ത് തിരിക്കുമ്പോ, മുഖം തിരിക്കുമ്പോ മാത്രം മുഖം തിരിക്കുന്നു. കണ്ടോ, ഇത്ര ചിട്ടയോടെ ഒരു യൂണിറ്റി, അതിന്റെ നേതാവിനെ എങ്ങനെ അനുസരിക്കണം, ഒരു യൂണിറ്റി എങ്ങനെ ഉണ്ടാകണം എന്ന് പഠിപ്പിക്കുകയാണ് 5 നേരം പള്ളികളിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസ് ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശൻ വസ്സമാഅ
بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.